ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തേവലക്കര സ്വദേശിനി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. മൃതദേഹത്തിനായി ഭർത്താവ് അവകാശവാദം ഉന്നയിച്ചാൽ കുടുംബം എതിർക്കും. ബുധനാഴ്ചയോടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അതുല്യയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ദിവസം ഷാർജയിൽ പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മൃതദേഹം വിട്ടുകിട്ടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂ. മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അതുല്യയുടെ സഹോദരി ഷാർജ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഈ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ക്ലിയറൻസ് വന്നിട്ടില്ലല്ലോ. അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ ഒക്കും. കേസ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ടി വരുമല്ലോ. CA വന്നപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. കരുനാഗപ്പള്ളി ACP അഞ്ജലി മാഡം വന്ന് അതിന് മൊഴിയെടുക്കുകയും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു കാരണവശാലും അവൾ കയ്യിലേക്ക് കെട്ടി അവളുടെ ജീവിതം അവസാനിപ്പിക്കത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇനി അഥവാ ഒരു വേള അവൾ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമിതമായ മർദ്ദനം മൂലം ഒരു പക്ഷേ അങ്ങനെ ചെയ്താൽ ഇവൻ കൊന്നതിന് സമമല്ലേ അത്. ഇത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഉള്ള ഒരു ആക്രമണം അല്ലല്ലോ എൻ്റെ മോളോട് അവൻ ചെയ്തിട്ടുള്ളത്. കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. അതുല്യയുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കണ്ടെത്താനുള്ള നടപടിയും ആരംഭിച്ചു. കൊലപാതക കുറ്റമാണ് ഭർത്താവ് സതീശന്മേൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.